പ്രിയപ്പെട്ട പഠിതാക്കളെ, നമസ്കാരം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. നമുക്ക് ഇന്നൊരു പുതിയ അധ്യായം പഠിക്കാം. ദേവകിയുടെ മനേരിച്ചിൽ. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയാണ് ദേവകി നിലയങ്ങോട്. 1928 എടപ്പാളിനടുത്ത് പകരാവൂർ മനയിലാണ് ജനിച്ചത്. 75ാമത്തെ വയസ്സിലാണ് ദേവകി നിലയങ്ങോട് എഴുത്താരംഭിച്ചത്. 70 വർഷം മുമ്പുള്ള സമുദായ ജീവിതത്തിലെ കൗതുകങ്ങളും വൈചിത്ര്യങ്ങളും ആചാരങ്ങളുമാണ് പകർത്തിയത്. അനുഭവങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. നഷ്ടബോധമില്ലാതെ യാത്ര, കാട്ടിലും നാട്ടിലും, വാതിൽ പുറപ്പാട് എന്നിവയാണ് പ്രധാന കൃതികൾ. 2023 ജൂലൈ 6 95-ാം വയസ്സിൽ തൃശ്ശൂരിലെ വീട്ടിൽ വെച്ചാണ് അന്തരിച്ചത്. ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. 1948 ലക്കടി ചെറാമംഗലത്ത് മനക്കൽ അന്തർജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും പിറന്ന തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് ദേവകി നിലയങ്ങോട് ആയി. ദേവകിയുടെ മനേരിച്ചിൽ എന്ന പാഠഭാഗം നഷ്ടബോധമില്ലാതെ എന്ന ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ്. മനേരിച്ചിൽ എന്നാൽ ഒരു മനയിൽ നിന്ന് മറ്റൊരു മനയിലേക്ക് പോകൽ എന്നാണ് അർത്ഥം. 15ാമത്തെ വയസ്സിലാണ് ദേവകി നിലയങ്ങോടിൻ്റെ വിവാഹം നടന്നത്. മനേരിച്ചിൽ എന്താണെന്ന് മനസ്സിലായോ? ഒരു മനയിൽ നിന്ന് മറ്റൊരു മനയിലേക്കുള്ള പോകലിനെയാണ്, വിവാഹം ചെയ്തും മറ്റും പോകുന്നതിനെയാണ് മനേരിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ 15ാമത്തെ വയസ്സിൽ നമ്മുടെ ദേവകി അന്തർജനത്തിൻ്റെയും വിവാഹം നടന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ആ വിവാഹം നടക്കുന്ന ആ വേളയിലായിരിക്കും ആരാണ് വരനായി വരുന്നതെന്ന് പോലും ആ പെൺകുട്ടികൾ അറിയാറ്. അപ്പോൾ സ്വന്തം സമുദായത്തിലെ കുറേ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെയാണ് പെൺകുട്ടികളെ പുറത്തിറങ്ങാനായിട്ട് ഇല്ലക്കാർ അനുവദിച്ചിരുന്നില്ല. അവരുടെ ഏറ്റവും വലിയ സഞ്ചാരപരിധി എന്ന് പറയുന്നത് അടുക്കളയായിരുന്നു. പൂമുഖം ഒരിക്കലും അവർ കാണാൻ പാടില്ലായിരുന്നു. സ്വന്തം സഹോദരങ്ങളുടെ വിവാഹത്തിന് പോലും അവരെ പങ്കെടുപ്പിച്ചിരുന്നില്ല. വിശേഷമുള്ള ഇല്ലങ്ങളിൽ നിന്ന് അവർക്കുള്ള ഭക്ഷണം പകർച്ചയായി എത്തിക്കലാണ് പതിവ്. ദേവകി ഇതേപോലെ 2 വർഷം ഋതുമതിയായി സ്വന്തം ഇല്ലത്ത് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം 15 വയസ്സായപ്പോൾ തന്നെ വിവാഹം നടന്നു എന്ന് പറഞ്ഞു. അതൊരു ഭാഗ്യമായിട്ടാണ് അവർ കരുതുന്നത്. ഋതുമതിയായ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല, പൂമുഖം കാണാൻ പാടില്ല. അടുക്കളക്കടക്ക് അന്തർജനങ്ങൾക്കായി ഒരു അടുക്കള കുളമുണ്ട്, അതിൽ പോയി കുളിച്ചു വരണം. ഇതായിരുന്നു അവൾക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും വലിയ സഞ്ചാരപരിധി എന്നാണ് പറയുന്നത്. സ്ത്രീധനം കൊടുക്കാനില്ലാത്ത ഇല്ലങ്ങളിലെ പെൺകുട്ടികൾ 30 വയസ്സ് വരെ വീട്ടിലിരിക്കുക പതിവായിരുന്നു. മക്കളെ വേളിവഴിച്ച് കൊടുക്കാൻ പണമില്ലാത്ത അച്ഛന്മാർ അജ്ഞാതരായ ആളുകൾക്ക് കല്യാണം എന്ന പേരിൽ മക്കളെ വിൽക്കുന്നതും അപൂർവമായിരുന്നില്ല. നോക്കുക, വിവാഹം ചെയ്ത് കൊടുക്കാൻ സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവർ മക്കളെ വിവാഹം എന്ന പേരിൽ മറ്റുള്ളവർക്ക് വിറ്റിരുന്നു എന്നാണ് ദേവിക അന്തർജനം പറയുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിന് ദേവിക അന്തർജനം സാക്ഷിയുമായിട്ടുണ്ട്. അവരുടെ ഇല്ലത്ത് വേലക്കായി വന്നിരുന്ന ഒരു അന്തർജനത്തിൻ്റെ മകളെ അവളുടെ അച്ഛൻ മംഗലാപുരത്തുള്ള ഒരു നമ്പൂതിരിക്ക് വിവാഹം എന്ന പേരിൽ വിറ്റതാണെന്നാണ് ദേവകി പറയുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു. നിലയങ്ങോട് ഇല്ലത്തെ രവി നമ്പൂതിരി ആയിരുന്നു തൻ്റെ ഭർത്താവ്. ഒട്ടും യാഥാസ്ഥിതികം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ അംഗം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായി പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന ഒരു കുടുംബാംഗമായിരുന്നു അദ്ദേഹം. പരിസരങ്ങളിലെ മുസ്ലിം യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി ഒഴിഞ്ഞുകിടന്ന ഒരു കയ്യാലയിൽ ഒരു ബീഡി കമ്പനി തുടങ്ങുകയും അതിന് ജയ് ഹിന്ദ് എന്ന് പേരിടുകയും ചെയ്തു രവി നമ്പൂതിരി. ദേവകി അന്തർജനത്തിൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഭാഗ്യം തന്നെയായിരുന്നു. നല്ലൊരു ഇല്ലത്തേക്കാണ് അവരെ വിവാഹം ചെയ്തു വിട്ടത്. അക്കാലത്ത് യാഥാസ്ഥിതിക കുടുംബാംഗങ്ങളാണ് പല ഇല്ലങ്ങളിലും ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ യാഥാസ്ഥികത്വം ഒട്ടുമില്ലാത്ത ഒരു വീട്ടിലേക്ക് തന്നെയാണ് ദേവകി നിലയങ്ങോടിനെ വിവാഹം ചെയ്തു വിടുന്നത്. എല്ലാ ജാതിക്കാരുമായിട്ട് അവർ നല്ല ബന്ധം പുലർത്തിയിരുന്നു. അതുതന്നെയാണ് ആ മുസ്ലിം യുവാക്കൾക്ക് വേണ്ടി ഒരു ബീഡി കമ്പനി തന്നെ തുറന്നു കൊടുക്കുന്നതും അതിന് ജയ് ഹിന്ദ് എന്ന പേരും ഇട്ടതും. 8ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിരുന്നു. അതുപോലെ തന്നെ മരാമത്ത് പണിയും കൃഷിപ്പണിയും എല്ലാം ചെയ്തിരുന്നു. കാർ ഓടിക്കാൻ പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പൂതിരിമാരുടെ ഇടയിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനെ കുറിച്ചും ദേവിക അന്തർജനം പറഞ്ഞു തരുന്നു. ഐനിയൂണ് എന്നാണ് ആ ചടങ്ങിൻ്റെ പേര്. സുമംഗലികളായ ധാരാളം സ്ത്രീകൾ ഇല്ലത്തെത്തുകയും വധുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു.
തുടർന്ന് വിരലുകളിൽ വെള്ളി മോതിരം അണിയിക്കുന്നു. തുടർന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടതെന്ന് ഈ സ്ത്രീകൾ പറഞ്ഞു കൊടുക്കുന്ന ചടങ്ങാണ് അയനിയൂണ്. അതേസമയം ഇത്തരം സന്ദർഭങ്ങളിൽ വിധവകളെ പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ ഇവിടെ അയനിയൂണിൽ നടക്കുന്നത് ഭർതൃഗൃഹത്തിലെത്തിയാൽ ഈ വധു എന്തെല്ലാമാണ് അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നീ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. 1942 ദേവകിയുടെ വിവാഹം നടക്കുന്നത്. അന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ബസ് ഉണ്ടായിരുന്ന കാര്യം കൂടി അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വധുവരന്മാരെ ചുവന്ന മാലയിട്ട് ഈങ്കുലാബ് വിളിച്ചാണ് വരവേറ്റത്. ഈങ്കുലാബിൻ്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്ന് പറയുന്നു. വളരെ കാലം കഴിഞ്ഞിട്ടാണ് വിപ്ലവം വിജയിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് അവിടെ ഈങ്കുലാബ് വിളിച്ചത് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പിന്നീട് കമ്മ്യൂണിസ്റ്റായി മാറിയ ചില ആളുകളാണ് വിളിച്ചതെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. നമ്പൂതിരി സമുദായത്തിലെ ചില ആചാരങ്ങളും ഋതുമതികളായ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ അതിതീവ്രമായി തൻ്റെ ആത്മകഥയിൽ ദേവകി നിലയങ്ങോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ജീവിച്ചിരുന്ന തൻ്റെ സ്വന്തം സമുദായം വെച്ച് പുലർത്തിയിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ കുരുക്കായി മാറുന്നതെന്ന് ഈ കൃതിയിലൂടെ ദേവകി അന്തർജനം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഈ കൃതി ഒരു കഥാകഥനം എന്നതിലുപരി നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഒരു ചരിത്രമായാണ് ഇവിടെ മാറുന്നത്. പഠന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ക്ലാസ് കേട്ടാൽ തന്നെ സ്വന്തമായി നമുക്ക് പലതും എഴുതാൻ കഴിയും. നമുക്കൊന്ന് നോക്കാം. തൻ്റെ മനേരിച്ചിലിനെ ദേവകി നിലയങ്ങോട് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ 15ാമത്തെ വയസ്സിലാണ് ദേവകി നിലയങ്ങോടിൻ്റെ മനേരിച്ചിൽ നടക്കുന്നത്. ആ വിവാഹം നടക്കുന്ന ദിവസമാണ് തന്നെ ആരാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അവരറിയുന്നത്. ഒരു സ്പെഷ്യൽ ബസ്സിലാണ് അങ്ങോട്ട് പോയത് എന്നെല്ലാം പറയും. ദേവി നമ്പൂതിരിയാണ് വിവാഹം ചെയ്തത്. അവർ യാഥാസ്ഥിതികം ഒട്ടുമില്ലാത്ത വീട്ടുകാരായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വളരെ ചുരുക്കി നിങ്ങളുടെ സ്വന്തം വാക്യങ്ങൾ അത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ, അരനൂറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിലെ അന്തർജനങ്ങളുടെ ജീവിതം തികച്ചും ദുരിതപൂർണമായിരുന്നു എന്നതിന് പാഠഭാഗത്തു നിന്നുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടി കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചതാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ, ഋതുമതികളായ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. ദേവകി അന്തർജനം പോലും 2 വർഷക്കാലം ഋതുമതിയായി വീടിൻ്റെ അകത്തളത്ത് ഇരിക്കുന്നുണ്ട്. അവർക്ക് പൂമുഖം കാണാൻ പാടില്ല, വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, സ്വന്തം സഹോദരൻ്റെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പാടില്ല. ഇല്ലത്തിൻ്റെ അടുക്കളയുടെ കുളം, ആ കുളമാണ് അവരുടെ ഏറ്റവും വലിയ സഞ്ചാര പരിധിയായിട്ട് പറയുന്നത്. 30 വയസ്സ് വരെയൊക്കെ പെൺകുട്ടികൾ ഋതുമതികളായിട്ട് വിവാഹം നടക്കാതെ ഇരുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പൈസയില്ലാത്ത ഇല്ലങ്ങളിലെ അച്ഛന്മാർ സ്വന്തം മക്കളെ മറ്റുള്ളവർക്ക് വിൽക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതിന് തെളിവായിട്ട് തൻ്റെ ഇല്ലത്തെ വേലയ്ക്ക് വന്നിരുന്ന ഒരു അന്തർജനത്തിൻ്റെ മകളെ മംഗലാപുരത്ത് ഒരാൾക്ക് അവളുടെ അച്ഛൻ വിറ്റ കാര്യം കൂടി ഈ ഭാഗത്ത്, ഈ ആത്മകഥാഭാഗത്ത് ദേവകി നിലയങ്ങോട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ, സ്വന്തം വിവാഹകാര്യത്തെപ്പറ്റി തലേ ദിവസം മാത്രമാണ് ദേവകി അറിയുന്നത്. ഇത് അക്കാലത്തെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീയുടെ സാമൂഹ്യ പദവിയെ സംബന്ധിച്ച വെളിപ്പെടുത്തലാണ്. അക്കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നമ്പൂതിരി സമുദായത്തിൽ മാത്രമല്ല പലയിടത്തും ഒരു പദവിയും ഉണ്ടായിരുന്നില്ല. ഒരു അടുക്കള തളത്തിൽ തന്നെ ഉള്ളവരായിരുന്നു അവർ. അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു അനുവാദവും ഉണ്ടായിരുന്നില്ല. ഇന്ന് സമൂഹത്തിൽ ചില മാറ്റങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്നാലും സ്ത്രീകൾ വിദ്യാഭ്യാസം പരമാവധി കിട്ടുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ജോലി എടുക്കുമ്പോൾ തന്നെ വീട്ടുപണികളും എല്ലാം ചെയ്യണം. എന്നാലും പഴയ കാലത്ത് ഒരു 50 വർഷത്തെ മുമ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു പരിധി വരെയൊക്കെ സ്വാതന്ത്ര്യം കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും നമുക്ക്. എന്നാൽ കുടുംബത്തിന് ഉള്ളിൽ ഇപ്പോഴും അടുക്കള പണി എടുക്കേണ്ടത് സ്ത്രീയാണ് എന്ന ധാരണ പല കുടുംബങ്ങളിലും ഇപ്പോഴും ഉണ്ട്. ഈ പാഠഭാഗത്തിൽ വിവാഹത്തിന് കൊടുക്കുക എന്നൊരു പ്രയോഗം കാലത്ത് നിലവിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീവിരുദ്ധമായ വാക്കുകൾ ധാരാളം അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്നും നിരവധി വാക്യങ്ങൾ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള വാക്കുകൾ സമൂഹത്തിലുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതുക. വളരെ ലളിതമായൊരു പാഠഭാഗമാണ്. എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. താങ്ക് യു.